ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് മറിഞ്ഞത്. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? എത്ര പേർ യാത്ര ചെയ്ത ബസ്സാണ് അപകടത്തിൽപ്പെടുന്നതും മറ്റു വിവരങ്ങൾ എന്താണ്? പരിക്കേറ്റവരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇന്ന് വൈകുന്നേരം 4:45 കൂടിയാണ് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നും രാജാക്കാട് ഭാഗത്തേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 19 പേരടങ്ങിയ വിനോദസഞ്ചാരികളായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത്. ഈ 20 പേർക്കും നിസ്സാര പരിക്കുകളുണ്ട്. 20 പേരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശികളാണ്. 5 പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 5 പേർ കുട്ടികളാണ്. ഒരു വയോധികയുടെ ആരോഗ്യനിലയാണ് ഗുരുതരമാണ് എന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ട് ഈ 20 പേരെയും ഇപ്പോൾ രാജാക്കാട് ഉള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൊടും വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് താഴ്ചയിലേക്ക് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ അടുത്ത മറ്റൊരു ബസ് മറിഞ്ഞ് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. ശരി, നിതിനാണ് വിവരം നൽകി. ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറ എന്ന സ്ഥലത്താണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. 5 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ, ദൃശ്യങ്ങളടക്കം ഇപ്പോൾ വരുന്നത്. നിതിൻ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ആശങ്കയുണ്ടോ? ഉടനടി ഇവരെയൊക്കെ തന്നെ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ? അപകടം നടന്ന സമയത്ത് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെ ആംബുലൻസും മറ്റുമായി ഈ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമായിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഗുരുതര പരിക്കുകളൊന്നും പലർക്കും ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഒരു വയോധികയുടെ നിലയിൽ അല്പം ഗുരുതര പരിക്കുണ്ട് എന്നാണ്. അതുപോലെ തന്നെ 5 പേർക്ക് വിവിധ ശരീരഭാഗങ്ങളിൽ ഒടിവും ചതവുകളും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെ 20 പേര്, അതായത് 19 വിനോദസഞ്ചാരികളും അതുപോലെ തന്നെ ഒരു ഡ്രൈവറുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ്. ഈ മേഖല അപകട സാധ്യതയുള്ള, അപകടം പതിവായി നടക്കുന്ന ഒരിടമായിരുന്നോ? നേരത്തെയൊക്കെ ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ മേഖലയിൽ അപകടമുണ്ടായി 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കൊടും വളവാണ്. താഴ്ചയും ഇറക്കവും അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളും കൊടും വളവുകളും അതുപോലെ തന്നെ റോഡിന്റെ വശത്തേക്ക് കുഴിയും മറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്. കൊടും വളവ് ഇറങ്ങി വരുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഈ മിനി ബസിന്റെ. അങ്ങനെയാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ഈ 20 പേരെയും വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ 20 പേരിൽ 5 പേർക്ക് വിവിധ ശരീരഭാഗങ്ങളിൽ ഒടിവും ചതവുകളും സംഭവിച്ചിട്ടുണ്ട്. 5 പേർ കുട്ടികളാണ്. അതുപോലെ തന്നെ മൊത്തം 19 പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഗുരുതര പരിക്കുകൾ ഒന്നും ഇല്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തല കീഴായി അല്ലെങ്കിൽ അങ്ങനെ കരണം മറിഞ്ഞ് വാഹനം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെയാണോ ആദ്യം സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകുകയും ചെയ്തത്? തീർച്ചയായിട്ടും അവിടെയുള്ള പ്രദേശവാസികൾ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങിയത്. ആളുകളെ റോഡിലെ കുഴിയിലേക്കാണ് മറിഞ്ഞത്. അതിൽ നിന്നും ആളുകളെ കരകയറ്റുകയും അതിൽ പിന്നീട് ആംബുലൻസ് എത്തിച്ച് രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലും മറ്റുമായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.